നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള അതിവിശേഷപ്പെട്ട ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. എല്ലാവരും ജാതകം പരിശോധിപ്പിക്കാറുണ്ട്. ജാതകത്തിലെ ഭാഗ്യം എന്തുമാത്രമുണ്ട് എന്നുള്ളത് പലരും ചോദിക്കുന്ന ചോദ്യമാണ്. ഏതാണ് ഏറ്റവും നല്ല ഭാഗ്യയോഗം? ആ ഭാഗ്യയോഗം എങ്ങനെയൊക്കെ നമ്മളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരും തുടങ്ങിയ വിഷയങ്ങളാണ്. പ്രധാനപ്പെട്ട ഭാഗ്യത്തെക്കുറിച്ചുള്ള പരാമർശമാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഒരു ജാതകം പരിശോധിക്കുമ്പോൾ ഒരു യോഗം മാത്രമാണ് ഏറ്റവും ശക്തമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ യോഗത്തിനും വ്യത്യസ്ത തത്വങ്ങളും ഫലപ്രാപ്തികളും ഒക്കെ ഉണ്ട്. പ്രവചനപരമായി ചിന്തിക്കുമ്പോൾ യോഗങ്ങളെല്ലാം ഒന്നിച്ച് പരിശോധിച്ചുകൊണ്ട് അതിന്റെ ബലാബലങ്ങൾ നിർണയിച്ചു വേണം അത് ജീവിതത്തിൽ എത്രമാത്രം ആ വ്യക്തിക്ക് ഫലപ്രദമാകുമെന്ന് ചിന്തിക്കാൻ. ഒരു യോഗം ശക്തമാകുന്നത് ഏതൊക്കെ കാരണങ്ങളാലാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആ യോഗം ലഗ്നത്തിന് എത്ര സുസഹ്യമാണ് എന്നുള്ളത് പ്രഥമമായിട്ടുള്ള കാര്യമാണ്. യോഗം നിർമ്മിക്കുന്ന ഗ്രഹങ്ങൾ എത്ര സുസജ്ജരാണ്, അതായത് എത്ര ബലമുള്ളവരാണ് എന്നുള്ളത് രണ്ടാമത്തെ പരിഗണിക്കേണ്ട കാര്യമാണ്. അവയൊക്കെ ഏത് ഭാവത്തിലാണ് എന്ന് നിൽക്കുന്നതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയം. അവയുടെ ഭാവാധിപത്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് മറ്റൊരു വിഷയം. ഈ ഗ്രഹങ്ങളുടെയൊക്കെ ദശാഭുക്തി കാലങ്ങൾ എപ്പോഴൊക്കെ വരുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. ഏറ്റവും ഭാഗ്യയോഗം എന്നുള്ളത് ഒരു സ്ഥിരമായിട്ടുള്ള വിഷയമല്ല. അത് ജാതകത്തിന്റെ ഘടനയെ ആശ്രയിച്ചാണ് എന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ബലം കൂടിയ യോഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് വിശദമായിട്ട് പരിശോധിക്കാം. പ്രഥമമായിട്ട് അത് രാജയോഗത്തെക്കാൾ മികച്ച ഫലങ്ങൾ തരുന്നത് പഞ്ചമഹാപുരുഷ യോഗങ്ങളാണ്. രാജയോഗങ്ങൾ എന്നാൽ അധികാര പദവി നേടിയെടുക്കാനുള്ള യോഗം മാത്രമാണ്. ആ യോഗം കിട്ടുന്ന വ്യക്തികളുടെ ജീവിതം സന്തോഷപ്രദമാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ പഞ്ചമഹാപുരുഷ യോഗങ്ങളാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഗ്രഹയോഗങ്ങൾ. അതിൽ വ്യാഴത്തെ കൊണ്ടുള്ള ഹംസയോഗം, ശുക്രനെ കൊണ്ടുള്ള മാളവ്യോഗം, ബുധനെ കൊണ്ടുള്ള ഭദ്രയോഗം, ചൊവ്വയെ കൊണ്ടുള്ള രുചകയോഗം, ശനിയെ കൊണ്ടുള്ള ശശമഹായോഗം എന്നീ യോഗങ്ങളാണ് 5 മഹായോഗങ്ങളായി പരിഗണിക്കപ്പെടുന്നത്. ഈ യോഗങ്ങളുടെ ഫലങ്ങളും മറ്റും നമുക്ക് പ്രത്യേകം ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് പിന്നീട് നമുക്ക് ചെയ്യാം. രണ്ടാമതായി ഫലം ലഭിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ഗ്രഹയോഗം എന്ന് പറയുന്നത് കേസരി യോഗമാണ്. വ്യാഴവും ചന്ദ്രനും ചേർന്ന് ചെയ്യുന്ന യോഗമാണത്. വ്യാഴചന്ദ്രന്മാർ നല്ല ബലത്തിലാണെങ്കിൽ അതിന് ഒരു അതിശയോക്തി കലർത്തി ഗജകേസരി യോഗം എന്ന് പറയാറുണ്ട്. എന്നാൽ യോഗത്തിന്റെ പേര് കേസരി യോഗം എന്നാണ്. മൂന്നാമത് പ്രയോജനപ്രദമായിട്ടുള്ള യോഗങ്ങൾ രാജയോഗങ്ങളാണ്. കേന്ദ്ര ത്രികോണ അധിപന്മാരായിട്ടുള്ള ഗ്രഹങ്ങൾ നൽകുന്ന യോഗങ്ങളാണത്. നാലാമത്തെ പ്രയോജനകരമായിട്ടുള്ള യോഗം അധിയോഗമാണ്. അഞ്ചാമത് പ്രയോജനകരമായിട്ടുള്ളത് വിവിധ ധനയോഗങ്ങളാണ്. ഏഴാമത്തെ ഗ്രഹയോഗങ്ങൾ വിവിധ ഗ്രഹങ്ങളുടെ ഉച്ചാവസ്ഥയിൽ ഉണ്ടാകുന്ന യോഗങ്ങൾ. ഈ യോഗങ്ങളൊക്കെ ശരിയായ ദിശയിൽ ശരിയായ സമയത്ത് ആ ജാതകന് ഉയർച്ചകൾ നൽകാറുണ്ട്. പഞ്ചമഹാപുരുഷ യോഗങ്ങൾ ഗജകേസരി യോഗം, രാജയോഗം എന്നിവയിൽ ഏതാണ് ഏറ്റവും നല്ല യോഗം എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. അത് പഞ്ചമഹാപുരുഷ യോഗങ്ങൾ തന്നെയാണ്. 3ാം സ്ഥാനം മാത്രമേ രാജയോഗത്തിന് നമുക്ക് പറയേണ്ടതായിട്ടുള്ളൂ. കേസരി യോഗം എന്നുള്ളത് രണ്ടാമതാണ്. പഞ്ചമഹാപുരുഷ യോഗത്തെ കുറിച്ച് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല. അതൊക്കെ നമുക്ക് പിന്നീട് ഓരോരോ വീഡിയോകളായിട്ട് പ്രത്യേകം ചെയ്യാം. കേസരി യോഗം ഫലപ്രദമാകുന്നത് വ്യാഴത്തിന്റെയും ചന്ദ്രന്റെയും അനിഷ്ടസ്ഥിതി ഒഴിവായി ശുഭ ഭാവാധിപത്യം വരുമ്പോഴാണ്. അതേപോലെ തന്നെയാണ് രാജയോഗവും. നിൽക്കുന്ന രാശി അല്ലെങ്കിൽ ഭാവാധിപത്യം ഇതെല്ലാം നല്ലതാണെങ്കിൽ ആ രാജയോഗത്തിന് കൂടുതൽ ഫലങ്ങൾ കിട്ടും. അല്ലാത്ത പക്ഷം അത് അധികാര പ്രാപ്തി മാത്രമാകും. ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടതായിട്ടും വന്നേക്കാം. കേസരി യോഗമായിട്ട് ഗുരുചന്ദ്രന്മാർ ശുദ്ധമായിട്ട്, അതായത് പാപബന്ധമൊന്നും ഇല്ലാതെ ലഗ്നവുമായിട്ടും ബന്ധപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് എങ്കിൽ അതിന്റെ പൂർണ്ണ ഫലം ലഭിക്കും. അതായത് ചന്ദ്രന്റെയും വ്യാഴത്തിന്റെയും ദശ അപഹാര കാലങ്ങളിൽ അതിന്റെ പൂർണ്ണ ഫലങ്ങൾ ജാതകനിലേക്ക് ഉറപ്പായിട്ടെത്തും. ഇത് ജീവിത അവസാനം വരെ നിലനിൽക്കുന്ന പ്രയോജനകരമായിട്ടുള്ള ഗുണങ്ങളുമാണ്. നമുക്ക് ചുരുക്കത്തിൽ പറയാം, പഞ്ചമഹാപുരുഷ യോഗങ്ങളാണ് ഏറ്റവും ശക്തിയുള്ളതും ഉറച്ചതുമായിട്ടുള്ള ഫലങ്ങളെ നൽകുന്നത്. അത് ജീവിതാവസാനം വരെ അതിന്റെ പ്രയോജനങ്ങൾ നിലനിൽക്കും. അതിൽ ആദ്യം ലഭിച്ചു തുടങ്ങുക നല്ലൊരു അവസരത്തിലായിരിക്കും. നിങ്ങളുടെ ജാതകത്തിൽ ഈ യോഗങ്ങൾ ഉണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾക്ക് അതിന്റെ പ്രത്യക്ഷ ലക്ഷണങ്ങളൊന്നും കണ്ടു
കണ്ടു തുടങ്ങിയിട്ടില്ല എങ്കിൽ നിരാശപ്പെടേണ്ട. അവസരത്തിനൊത്ത് കൃത്യമായിട്ട് അത് കിട്ടിയിരിക്കും. അതേപോലെ തന്നെയാണ് ഗജകേസരി യോഗവും. വ്യാഴചന്ദ്രന്മാരുടെ നല്ല അവസരം വരുമ്പോൾ ഉറപ്പായിട്ടും ആ യോഗഫലം ലഭിക്കും. അത് പിന്നീട് തുടർന്ന് ജീവിതത്തിൽ നല്ല ഫലങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. നീചഭംഗ രാജയോഗത്തെ കുറിച്ചും പലരും സംശയം ചോദിക്കാറുണ്ട്. നമുക്ക് അതൊന്ന് പരിശോധിക്കാം. നീചഭംഗ രാജയോഗം ശരിക്കും രാജയോഗമാണോ? ഒരുപാട് ആളുകൾക്ക് അതിൽ തെറ്റിദ്ധാരണയുണ്ട്. നീചഭംഗം എന്നത് ഒരു ഗ്രഹം നീചത്തിൽ നിന്നതിന് ശേഷം അത് ഭംഗം ഉണ്ടാകുക എന്നുള്ളതാണ്. അതായത് ദോഷം കുറയുന്നു. അങ്ങനെ വരുമ്പോൾ ആ ജാതകന്റെ അനുഭവത്തിലും അത്തരം കാര്യങ്ങളാണ് വരിക. അതായത് ഒരു ദോഷം ഉണ്ടായതിനു ശേഷം രാജയോഗ തുല്യമായിട്ടുള്ള അവസരങ്ങൾ ലഭിക്കും. നീചഭംഗ രാജയോഗത്തെ കുറിച്ച് നമുക്ക് പ്രത്യേകം വീഡിയോ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇത് വിശദമാക്കുന്നില്ല. നീച അവസ്ഥയിൽ ഒരു ഗ്രഹം നിന്നിട്ട് അത് ഭംഗം വന്നു കഴിഞ്ഞ് അത് രാജയോഗമായിട്ട് മാറുന്നു. അതിന് ചില വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകൾ പൂർണ്ണമായിട്ട് ഒരു ജാതകത്തിൽ ഉണ്ടെങ്കിൽ അത് നീചഭംഗ രാജയോഗമായി. ആ ജാതകന് ബാല്യകാലത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിച്ചതിന് ശേഷം രാജയോഗ തുല്യമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കും. അതല്ലാത്ത പക്ഷം ബാല്യത്തിൽ ക്ലേശങ്ങൾ സംഭവിക്കണമെന്നും ഉറപ്പില്ല. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ക്ലേശങ്ങൾ ഉണ്ടായതിനു ശേഷം നല്ല ഫലങ്ങളിലേക്ക് പോകാം. അങ്ങനെ പലതരത്തിൽ ഈ നീചഭംഗ രാജയോഗം അനുഭവവേദ്യമാകും. എന്നാൽ എല്ലാ നീചഭംഗങ്ങളും രാജയോഗമല്ല. നീചഭംഗം അത് രാജയോഗം ഉണ്ടാകാനുള്ള കാരണങ്ങളുമുണ്ട്. എല്ലാ നീചഭംഗവും ശക്തമായിട്ടുള്ള നല്ല ഫലങ്ങൾ തരണമെന്നുമില്ല. അതൊക്കെ വിശദമായിട്ട് പരിശോധിച്ച് വേണം ആ ഫലങ്ങൾ എത്രമാത്രം ലഭിക്കും എന്നുള്ളത് അറിയുവാൻ. ഭംഗം നൽകുന്ന ഗ്രഹത്തിന്റെ ദശ അപഹാര കാലങ്ങളിലായിരിക്കും ഇതൊക്കെ സംഭവിക്കുക. അതായത് നേട്ടങ്ങൾ ലഭിക്കുക എന്നർത്ഥം. ഗ്രഹത്തിന്റെ ദശാകാലങ്ങൾ വരുമ്പോൾ ഈ ഫലങ്ങൾ ഉയർന്ന് ലഭിക്കുന്നതാണ്. ഭംഗം ചെയ്യുന്ന ഗ്രഹത്തിന്റെ ദശാഭുക്തി കാലങ്ങളിൽ ഇതിന്റെ പരമാവധി പ്രയോജനം ലഭിക്കും. ഒരു നീചഗ്രഹത്തിന്റെ ദശാകാലം വന്നാൽ പോലും തുടക്കത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം നല്ല ഉയർന്ന അവസ്ഥയിലേക്ക് ജീവിതം മുന്നോട്ട് പോകും. അതായത് പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം ഉയർച്ചയിലേക്ക് പോകുക. അതാണ് നീചഭംഗ രാജയോഗം. അതുകൊണ്ടാണ് നിങ്ങളുടെ ജാതകത്തിൽ ഇതുവരെ നേട്ടങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എങ്കിൽ ആരും നിരാശപ്പെടേണ്ട, പ്രവർത്തിക്കുക. നിങ്ങളുടെ ജാതകത്തിൽ ഒരു നീചഭംഗ രാജയോഗം ഉണ്ടെങ്കിൽ അത് നിങ്ങളെ ഉയർച്ചയിലേക്ക് എത്തിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ജാതകം വളരെ പ്രധാനമാണ്. ഭിക്ഷക്കാരനെ പോലും കോടീശ്വരനാക്കുന്ന യോഗമാണ് നീചഭംഗ രാജയോഗം. അതുകൊണ്ട് തന്നെ നിരാശപ്പെടാതിരിക്കുക, പ്രവർത്തനങ്ങൾ ചെയ്യുക. ജാതകത്തിലെ ജ്യോതിഷത്തിലെ ഇത്തരം അതിപ്രധാനപ്പെട്ട വിഷയങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഉദ്ദേശിച്ചാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.